Hey guys, welcome back to my YouTube channel. And in നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് പൊതിച്ചോറിന്റെ വീഡിയോ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇന്നാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. വേറെ ഒന്നല്ല ഗൈസ്, ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കാൻ പോവാണ്. സോ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതൊരു വ്ളോഗാക്കി ഇടാന്ന്. എക്സാക്ട് റെസിപ്പി ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല, കാരണം ഇപ്പോഴേ ഓൾറെഡി അവിടെ പരിപാടിയൊക്കെ തുടങ്ങി ഏകദേശം ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലത്തെ കുക്കിംഗ് ഫുൾ വാപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി അവിടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്സാക്ട് റെസിപ്പി ഒന്നും കിട്ടാൻ പോണില്ല. നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നൊക്കെ കൂട്ടി ഒരു കുഞ്ഞൊരു ലോങ് വീഡിയോ ആക്കണം അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി കിച്ചണിലോട്ട് പോയി നോക്കാം, അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ പരിപാടികൾ എന്തൊക്കെയായി നോക്കാം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചിക്കൻ ബിരിയാണി വെക്കാൻ പറ്റും, ഫ്രൈ ചെയ്തും അല്ലാതെയും. സോ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻവെൽ നമുക്കപ്പോൾ കുറച്ച് പേരയ്ക്ക കഴിക്കാം. പേരയ്ക്ക നല്ല പേരയ്ക്കാണ് ഗൈസ്. ഉള്ളില് ഈ പിങ്ക് കളറുള്ളത് നോക്കി മേടിക്കണം. നൈസ് പേരയ്ക്കാണ്. നമ്മുടെ കുക്കർ കേടാണ് ഗൈസ്. കുക്കറിന്റെ മണ്ടയ്ക്ക് 2 കൊട്ട് കൊടുക്കുമ്പോഴേ കുക്കർ റെഡി ആവുള്ളൂ. സാധാരണ ശരിയാവാറുണ്ട്. കുക്കറിന് കുറച്ച് കുരുത്തക്കേട് കൂടിയിട്ടുണ്ട്. എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് കാണിച്ചു തരാം ഗൈസ്. ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയാണ്. ഏകദേശം ഒരു 8-10 സവോള ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ആണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൈസിനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഓയിൽ പ്ലസ് നമ്മൾ ഇതിനകത്ത് ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇതുപോലെ സവോള ഫ്രൈ ചെയ്തിട്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല. കറുകപ്പട്ട, ബേ ലീഫ്, ഏലക്ക, കറിയാമ്പൂ, ഇത്രയും സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. ജീരകം ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതാ കെറ്റില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ അതിനകത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം, അതാണ് ഗൈസ് കണക്ക്. കുറച്ച് മാക്സ് ഒക്കെ നമുക്ക് വേണം ബിരിയാണി ഉണ്ടാക്കാൻ. കൈമ റൈസ് ആണ് എടുത്തേക്കുന്നത്. കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇടാൻ പോകുവാണ്. റൈസ് വെന്ത് വരുന്നുണ്ട്, നല്ല കുക്കായി വരുന്നുണ്ട്. ഒരു ചിക്കൻ ഫ്രൈ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. എല്ലാം കറക്റ്റാണ്. നമ്മുടെ ബിരിയാണിയുടെ മെയിൻ സ്റ്റെപ്പാണ്. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് അവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പോട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഓയിൽ കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ ഒരു പേസ്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. യെസ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയൻസ് ആഡ് ചെയ്യാം. അതായത് സവാള നല്ല പോലെ വഴറ്റിയെടുക്കാം ഗൈസ്. ഞാൻ ഇത് ക്യാമറ ഇങ്ങനെ ആവുന്നത് ഒന്നുമല്ല, പല കൈകൾ ഇതിന്റെ ഇടയിൽ കൂടെ വരുന്നതുകൊണ്ട് എന്റെ കൈയും ക്യാമറയൊക്കെ ഇരുന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ധൃതിയാണ് ഗൈസ് ഇവിടെ. നോക്കി നമ്മുടെ സവോള നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അതോട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നോക്കി കണ്ട് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു പ്രാവശ്യം പണി കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ ഗൈസ്? ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബിരിയാണിയിൽ ഞങ്ങളാണെങ്കിൽ എണ്ണയും ദാറ്റ് മീൻസ് ഓയിലും പിന്നെ വാട്ടറും നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഞങ്ങൾ ഉപ്പിട്ടു. ഞങ്ങൾ ഉപ്പ് നോക്കുമ്പോഴൊന്നും ഉപ്പ് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഉപ്പ് കോരി ഇട്ടു. അങ്ങനെ വൻ ഉപ്പായി പോയി ഗൈസ്. ഓയിൽ പ്ലസ് വാട്ടറിനകത്തേക്ക് സോൾട്ട് ആഡ് ചെയ്ത് ഉപ്പ് നോക്കാൻ നിൽക്കരുത്, പണി കിട്ടും. ഞങ്ങൾ ആ ബിരിയാണി ഫുൾ എടുത്ത് കളയാണ് ഉണ്ടായേ. സോ നമ്മൾ ആദ്യം ബോയിലിംഗ് വാട്ടർ, ദെൻ സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ ഒഴിക്കാം. ഓക്കെ, നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഗൈസ്. എനിക്കൊരു പണി തന്നിട്ടുണ്ട് ഗൈസ്. സോ ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ബിരിയാണിക്കും വേണ്ടിയിട്ട്. സോ നമുക്കിത് കഴുകി കട്ട് ചെയ്യാം. തണ്ടും കളഞ്ഞിട്ട് ലീവ്സ് മാത്രം എടുത്താൽ മതി ഗൈസ്, ബിക്കോസ് അതിന്റെ തണ്ടിന് കുറച്ച് കട്ടിയുണ്ട്, എനിക്ക് ഇഷ്ടമല്ലത്. സോ നമ്മള് തക്കാളിയും സവാളയും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ആഡ് ചെയ്യാൻ പോകുന്നത് ബിരിയാണി മസാലയാണ്. അളവ് മെഷർമെന്റ്സ് ഒന്നും ഞങ്ങളോട് ചോദിക്കരുത്, ഒരു കൈ കണക്കാണ് ഗൈസ്. കണ്ടോ, തോന്നിയ കയ്യിലെടുക്കുന്നു, ഇടുന്നു, ഇളക്കുന്നു. അതിലൊരു കയ്യില് ബിരിയാണി മസാലയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ എല്ലാം കൈ കണക്കാണ് ഗൈസ്.
നമ്മള് അരിഞ്ഞു വെച്ചതാണെന്നാണ് വിചാരിച്ചിട്ട് വാപ്പിച്ചാണെങ്കിൽ അത് ഫുൾ അങ്ങോട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലൊക്കെ പോയിട്ട് വാപ്പി കൊണ്ടുവന്നിട്ട് ഒരുമിച്ചിട്ടു. പക്ഷെ സത്യത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചീത്ത കേട്ടേനെ, വായത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ആക്കാം. ബിരിയാണിക്കുള്ള മസാല ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. നമ്മൾ സ്റ്റെപ്സ് എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. നമ്മുടെ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദം ഇടാൻ പോവാണ് ഗൈസ്. ലെയറിൽ നമ്മള് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലില് കുറച്ച് മഞ്ഞപ്പൊടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ദമ്മിടൽ പരിപാടി ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. നമ്മളൊരു വെയിറ്റ് എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ദമ്മിട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂർ ദമ്മിടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയില്ലേ, അതിന്റെ തൊണ്ടെടുത്ത് ഇതാ ചെടിക്ക് ഒഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. റോസയിലൊക്കെ സവാളേന്റെ തൊണ്ടിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. നെല്ലുമാല കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇതാ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയി കാണും നമ്മൾ ദമ്മിട്ട് വെച്ചിട്ട്. അപ്പൊ ഇതാ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ഞാനല്ല പൊട്ടിക്കുന്നത്, ഇത് ഉണ്ടാക്കിയ വാപ്പി തന്നെ വന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. സോ നമുക്ക് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാം. നിങ്ങളാണെങ്കിൽ ഇത് പൊട്ടിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് അണ്ടിപ്പരിപ്പ്, ഫ്രൈഡ് ഓണിയൻസ്, അങ്ങനത്തെ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാ ഒരു ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോളിൽ നിന്ന് ചോറ് നമ്മൾ എടുത്ത് മാറ്റുവാണ്. അപ്പോ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം പൊരിക്കുന്ന വിഷ്വൽസ് കാണാം. കഴിച്ചു നോക്കാം. കുറച്ച് സാലഡും അച്ചാറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. സോ ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം ഗൈസ്, അടിപൊളിയാണ്. സൂപ്പറാണ് ഗൈസ്, അടിപൊളിയാണ്. നമ്മുടെ ബിരിയാണി കാണാൻ വേണ്ടി ലുക്ക്, നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാനുള്ള വലിയ ബിരിയാണി ലുക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒനിയൻസ് ഒക്കെ ഈ സവാളയൊക്കെ വറുത്ത് കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് കഴിക്കുന്ന ടീംസാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ബിരിയാണി ആക്കിയപ്പോഴത്തേനും കാഷ്യൂനട്ട്സും ഈ ഫ്രൈഡ് ഒനിയൻസും ഒന്നും ഇട്ടിട്ടില്ല. സാധാ ഒരു ബിരിയാണി മാത്രമാണ് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി മസാല ഒന്നും ഇട്ടിട്ട് നമ്മൾ നശിപ്പിച്ചിട്ടില്ല. സോ നമ്മൾ ആകെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയും ബിരിയാണി മസാലയും മാത്രം ഇട്ടിട്ടുള്ളൂ. സംഭവം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട്കം കിട്ടിയിട്ടുണ്ട്. പപ്പടമൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാം. നല്ല ടേസ്റ്റ്, അടിപൊളി. നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വ്ളോഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഞാൻ ബിരിയാണി നിന്നിട്ട് നിങ്ങളുടെ ലഞ്ച് എന്താണെന്ന് കമന്റ് ചെയ്യാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.